മുത്തശ്ശി, 5 മണിയായില്ലേ? ഇന്ന് ഏത് കഥയാ പറയുന്നേ? മക്കളെ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പരിഹാരവും ഉണ്ട്. മിക്ക പരിഹാരവും വളരെ ലളിതവുമായിരിക്കും. അവ നമ്മൾ കണ്ടെത്തുകയേ വേണ്ടൂ. അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ അമ്മൂമ്മ പറഞ്ഞു തരാം. നിരന്തരമായ പേടി സ്വപ്നങ്ങൾ കണ്ട് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ ഉഴറുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നിരവധി മനഃശാസ്ത്ര വിദഗ്ധർ ചികിത്സിച്ചിട്ടും അയാളുടെ രോഗം മാറിയില്ല. സ്വപ്നത്തെ ഭയപ്പെട്ട് അയാൾ ഉറങ്ങാതിരിക്കാൻ തുടങ്ങി. അതുകാരണം പല രോഗങ്ങളും അയാളെ വേട്ടയാടി. ഉറങ്ങിപ്പോയാൽ സ്വന്തം കട്ടിലിനടിയിൽ 100 കണക്കിന് പാമ്പുകളും സിംഹങ്ങളും വ്യാളികളും മുതലകളും വാ പിളർന്ന് അയാളെ വിഴുങ്ങാനും കടിച്ചു കീറാനും കാത്തിരിക്കുന്നതായാണ് അയാൾ സ്വപ്നം കാണുന്നത്. അയാളുടെ രാത്രികൾ പീഡനം നിറഞ്ഞതും നരകതുല്യവുമായി. ആരുമായും ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു ദിവസം പുറത്തിറങ്ങി സന്തോഷത്തോടെ എല്ലാവരോടും പെരുമാറാൻ തുടങ്ങി. ഇന്നലെ വരെ അസ്വസ്ഥതയോടെ പെരുമാറിയിരുന്ന ആ മനുഷ്യൻ ഇന്ന് സന്തോഷത്തോടെ പെരുമാറാൻ തുടങ്ങിയത് കണ്ട് ആളുകൾക്ക് കൗതുകമായി. എങ്ങനെയാണ് അസുഖം മാറിയതെന്നറിയാൻ അവർ അയാളുടെ വട്ടം കൂടി. ആരാണ് ഇത്ര വലിയ രോഗം മാറ്റിയ ഡോക്ടർ? അയൽവാസി ചോദിച്ചു. എൻ്റെ അളിയൻ, ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. അളിയൻ അത്ര വലിയ മനോരോഗ വിദഗ്ധനാണോ? അയൽവാസി സംശയിച്ചു. അല്ല, അയാളൊരു മരപ്പണിക്കാരനാണ്. അയാൾ ആകെ ചെയ്തത് എൻ്റെ കട്ടിലിൻ്റെ കാലുകൾ മുറിച്ചു കളയുക എന്നതാണ്. ഇപ്പോൾ കട്ടിലിന് കാലില്ല. അതുകൊണ്ട് തന്നെ കട്ടിലിനടിയിൽ സ്ഥലമില്ല. അവിടെ ഒന്നിനും ഇരിക്കാനാവില്ല. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പേടി സ്വപ്നം കാണാതെ സ്വസ്ഥനായി ഉറങ്ങുന്നു. അയാൾ തൃപ്തിയോടെ മറുപടി പറഞ്ഞു.